നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു 6 മിസ്റ്റേക്സ് ആണ് നിങ്ങൾ എത്ര തടി കുറച്ചിട്ടും തടിയെ കുറയാത്തതിൻ്റെ പ്രധാന റീസൺസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 5-ാമത്തെയും 6-ാമത്തെയും മിസ്റ്റേക്സ്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ പല രീതിയിലുള്ള മിസ്റ്റേക്സ് ചെയ്യുന്നതാണ്. പലരും ചിന്തിക്കുന്നത് ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ഇത്ര വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ 100-ൽ നിന്നും 50 കിലോ കുറയ്ക്കണം. ആ ഒരു മെത്തേഡിൽ, ആ ഒരു ഫോക്കസിലാണ് നമ്മളെല്ലാം വെയിറ്റ് ലോസ് ജേണിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പം പെട്ടെന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു റാപ്പിഡ് ചേഞ്ച് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഒരു മാസം കൊണ്ട് നിങ്ങളൊരു 3 kg അല്ലെങ്കിൽ 2 kg കുറയുക, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഒരു 3-4 kg കുറയുക. അങ്ങനെ ഒരു സഡൻ ചേഞ്ചിന് പകരം ഒരു പതിയെ കുറച്ച് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുക. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുക. അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിലെ എനർജി ലെവൽ റെഡ്യൂസ് ആവുന്നതാണ്. നമ്മളെ ബോഡിക്ക് ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് നമ്മളെ ഒരു നോർമൽ ബാലൻസ്ഡ് ഡയറ്റിൽ പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ഒരു മിതമായ രീതിയിൽ, ഫാറ്റ് ഒരു മിതമായ രീതിയിൽ, പ്രോട്ടീൻസ് ഒരു മിതമായ രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പകരം നമ്മൾ കാർബ്സ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നോർമലി നമ്മളെ കോശങ്ങൾക്ക് കാർബ്സ് അത്യാവശ്യമാണ്, അതായത് എനർജി അത്യാവശ്യമാണ്. എന്നാൽ നിങ്ങൾ എടുക്കേണ്ട കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുമ്പം പെട്ടെന്ന് ഷുഗർ ലെവൽ ഷൂട്ട് ആവുകയും ഗ്ലൈസിമിക് ഇൻഡെക്സ് പ്രശ്നങ്ങളൊന്നും കൂടുകയും ഇല്ല. അപ്പം ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുമ്പം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുക, ഒരു മിതമായ രീതിയിൽ മാത്രം ഫോളോ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് പ്രോസസ്സ് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ പിസ്സ, ബർഗർ, അതേപോലെ തന്നെ ബന്ന്, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രോസസ്സ് എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, ഇതിലെല്ലാം ഒരു പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ്. പക്ഷെ അതൊരു സിംഗിൾ സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സ് മാത്രമാണ്. അപ്പം കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇത്തരം പറഞ്ഞിട്ടുള്ള ഇഡ്ഡലി, ദോശ, അതേപോലെ തന്നെ അപ്പം. അതിനോടൊപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ രീതികളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾ 4-5 ഇഡ്ഡലി കഴിച്ചിട്ട് അതിനോടൊപ്പം കുറച്ച് കറിയാണെങ്കിൽ ആ ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം അത്രയും നമ്മളെ ബോഡിയിൽ എൻ്റർ ആവുകയാണ് ചെയ്യുന്നത്. പകരം പ്രോട്ടീൻസും ഫാറ്റ്സും ഒന്നും എൻ്റർ ആവുന്നില്ല. അപ്പം 2 ഇഡ്ഡലി അതിനോടൊപ്പം അതിന് ഈക്വൽ ആയിട്ട് തന്നെ നിങ്ങൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തണം. അതായത് കടലക്കറിയോ ചെറുപയർ കറിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാണ് ഒരു മെത്തേഡ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അത് ഈ ഒരു രീതിയിലാണെങ്കിൽ ആ മിസ്റ്റേക്സ് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത്, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ പല രീതിയിലുള്ള മീഡിയാസിലെല്ലാം കണ്ടിട്ടുള്ള ഇത്തരം ഷേക്സ്, അതേപോലെ തന്നെ പ്രോട്ടീൻ പൗഡേഴ്സ്, ജ്യൂസസ്, സ്മൂത്തീസ് എല്ലാം വലിച്ചു വാരി കഴിക്കുന്നു. അതായത് ഒരു നേരത്തെ ആഹാരം നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിട്ട് ഇത്തരം നമ്മൾ കണ്ടിട്ടുള്ള ഇത്തരം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ടും വലിച്ചു വാരി കഴിക്കുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, അതായത് മസിൽസിൽ ഉണ്ടാവുന്ന വാട്ടർ ലോസ് പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നു. അതായത് മസിൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാട്ടറിൻ്റെ കണ്ടന്റ് പെട്ടെന്ന് റെഡ്യൂസ് ആവുകയും ഫാറ്റ് പെട്ടെന്ന് ഡിസോൾവ് ആവുകയും ചെയ്യുന്നു. ഇതാണ് ആ ഒരു സഡൻ വെയിറ്റ് ലോസിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. എന്നാൽ പെട്ടെന്ന് ഫാറ്റ് ലോസ് ആവുമ്പം നമ്മളെ കോശങ്ങൾക്ക് അങ്ങനെ ഒരു സിഗ്നൽ കിട്ടുകയും കോശങ്ങൾ അല്ലെങ്കിൽ ജീൻസ് പെട്ടെന്ന് തന്നെ ആ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിനെ പിന്നെയും അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫാറ്റിനെ എഗെയിൻ ആ ഒരു സ്റ്റോറേജിങ് കപ്പാസിറ്റിയിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുമ്പം ഈ ഒരു ബോഡി ചേഞ്ചസ് ശരീരത്തിൽ നടക്കുകയും നമുക്ക് ആ ഒരു ചേഞ്ചസ് അതൊരു ഇന്റേണൽ എഫക്റ്റ് അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടായിരിക്കും ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ജ്യൂസസ്, സ്മൂത്തീസ് ഒക്കെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതൊരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സെൽഫായിട്ടുള്ള ഇത്തരം ഫുഡ് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ അത് നമ്മളെ ബോഡിയിൽ പല രീതിയിലുള്ള ഡാമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത്, തടി കുറയ്ക്കുക എന്ന് പറയുമ്പം ഞാൻ ഒരു നേരത്തെ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് കുറയാൻ പറ്റും. ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഒരുവിധം ആളുകളെല്ലാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നത്.
എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കിടക്കുന്നത്. അതായത് പട്ടിണി കിടക്കുക എന്ന് പറയുമ്പം നമ്മളെ ബോഡിയിലെ മെറ്റബോളിസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമ്മൾ 2 നേരം അല്ലെങ്കിൽ 1 നേരമാക്കി കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ ആ 1 നേരം കഴിക്കുന്ന ഭക്ഷണം മെറ്റബോളിസം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ഊർജ്ജമാക്കാതെ പതിയെ പതിയെ മാത്രമേ നമ്മളെ ബോഡിയിൽ ആ ഒരു മെറ്റബോളിസം നടക്കുന്നുള്ളൂ. അപ്പോൾ പതിയെ പതിയെ മെറ്റബോളിസം നടക്കുമ്പോൾ എഗെയിൻ ഫാറ്റ് ഡിപ്പോസിഷൻ അധികമാവുന്നു, അല്ലെങ്കിൽ ഓർഗൻസിനും പല ഏരിയാസിലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അടിയിലും മസിൽസിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് ഈ മെറ്റബോളിസം സ്ലോ ആവുമ്പോൾ ഫാറ്റ് ഡിപ്പോസിഷൻസും അധികമാവുന്നു. അപ്പം ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കരുത്. നിങ്ങൾ ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത്, പലരും ചോദിക്കാറുണ്ട് ഈ 11 മണിക്കും 4 മണിക്കും ഒക്കെ നമുക്ക് സ്നാക്സോ അല്ലെങ്കിൽ ഇത്തരം ഓയിലി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് പല പേഷ്യൻസും എന്നോട് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാം. അതായത് വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11 മണിക്കും 4 മണിക്കും ഇത്തരം സ്നാക്സ് കഴിക്കാവുന്നതാണ്. അത് കഴിക്കുന്ന ആ ഒരു മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നിങ്ങളൊരു ചിപ്സ് അല്ലെങ്കിൽ കുറച്ച് ചിപ്സ് കഴിക്കുകയാണെങ്കിൽ യൂഷ്വലി നമ്മൾ കഴിക്കുക എങ്ങനെയാണ്, വലിച്ചു വാരി ഒരു 10 എണ്ണം ഒക്കെ എടുത്തിട്ട് വലിച്ചു വാരി നമ്മൾ കഴിക്കുന്നു. ഈ ഒരു മെത്തേഡിലാവരുത് നിങ്ങൾ കഴിക്കുന്നത്. അതായത് ഒരു 4 എണ്ണം എടുക്കുക, അതൊരു മിതമായ രീതിയിൽ ടൈം എടുത്ത് ഓരോന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതായത് ചവച്ചരച്ച് നമ്മളെ ബോഡിയും മൈൻഡും എല്ലാം, അല്ലെങ്കിൽ നമ്മളെ ദഹനം എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മളെ ബോഡിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. പകരം നിങ്ങൾ ഇത്തരം ഒരു കപ്പ് ഓഫ് സാധനം എടുത്ത് നമ്മൾ ഒരു ടൈമിങ്ങും ഇല്ലാതെ അല്ലെങ്കിൽ വലിച്ചു വാരി കഴിക്കുകയാണെങ്കിലാണ് ഇത്തരം ഫാറ്റ് ഡിപ്പോസിഷൻ അധികമാവുകയും പല രീതിയിലുള്ള ഓർഗൻസും ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുന്നത്. ഇനി 5ാമത്തെ ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഫാറ്റി ഫുഡ് ഐറ്റംസ് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ജസ്റ്റ് ഒരു ഗ്രിൽഡ് ചിക്കൻ കഴിക്കുന്നു, അതിനോടൊപ്പം കുബൂസ് അതേപോലെ തന്നെ മയണൈസ് എല്ലാം വലിച്ചു വാരി കഴിക്കുന്നു. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നങ്ങൾ, അതായത് വെയിറ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കാം, ഇത്തരം ഓയിലി ഫുഡൊക്കെ കഴിക്കാം. അതിൻ്റെ അളവ് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നിങ്ങൾ ഒരു പീസ് ഓഫ് ഗ്രിൽഡ് ചിക്കൻ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചപ്പാത്തി അതേപോലെ തന്നെ അതിനോട് ധാരാളം സാലഡ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, എസ്പെഷ്യലി വെജ് സാലഡ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിന്നർ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സാലഡ്സ് കഴിക്കാവുന്നതാണ്, എസ്പെഷ്യലി വെജ് സാലഡ്സ്. വെജ് സാലഡ്സിൽ ക്യാരറ്റ് അതേപോലെ തന്നെ ബ്രൊക്കോളി, കോളിഫ്ലവർ, ഒനിയൻ, ടൊമാറ്റോ, ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് യോഗേർട്സ് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിയ സീഡ്സ് ആഡ് ചെയ്തിട്ടൊക്കെ ഒരു സാലഡ്സ് ഇനീഷ്യലി കഴിക്കുക. അപ്പം നിങ്ങൾ നെക്സ്റ്റ് കഴിക്കുന്ന ആ ഒരു ഫുഡിൻ്റെ അളവ് കുറയുന്നതാണ്. അതായത് നിങ്ങൾ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ അത് ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അല്ലാത്തത് നമ്മൾ നന്നായിട്ട് ഈ വീറ്റ് ചപ്പാത്തീസൊക്കെ കഴിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പ്രോസസ്സ് ചെയ്ത് അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരം യോഗേർട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. പകരം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മയോണൈസിൻ്റെ ഇൻടേക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കപ്പ് ഓഫ് മയോണൈസിൽ അടങ്ങിയിട്ടുള്ള ഏകദേശം ഒരു 360 കിലോ കലോറീസ് ആണ്. അപ്പോൾ അത്രയും കലോറീസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവുകയും അത് നമുക്ക് പല രീതിയിലുള്ള ഒബേസിറ്റി പോലത്തെ കംപ്ലയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം മാക്സിമം മയോണൈസിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക. അതേപോലെ തന്നെ സോസസ്, അതായത് ചില്ലി സോസ് അതേപോലെ തന്നെ വെജ് സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻടേക്കും മാക്സിമം റെഡ്യൂസ് ചെയ്യുക. പകരം ഈ സാലഡ്സിൻ്റെ ഇൻടേക്ക് മാക്സിമം കൂട്ടാൻ ശ്രമിക്കുക. ഇനി 6ാമതായിട്ടുള്ള മിസ്റ്റേക്സ് ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞു, ഈ 5ാമത്തെ 6ാമതായിട്ടുള്ള മിസ്റ്റേക്സ് ആണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 5ാമത്തെ ഒരു മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഓയിലി ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ ആ ഒരു ഇൻടേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അളവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി 6ാമതായിട്ടുള്ളൊരു മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, അതിനോടൊപ്പം അതിനനുസരിച്ച് ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്, എന്നിട്ടൊന്നും എനിക്ക് തടി കുറയുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും മൈൻഡിലുണ്ടാവും. ഇതിൻ്റെ റീസൺസ് എന്ന് പറയുമ്പം നമ്മളെ ബോഡി, അതായത് നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു 20 ഏജുള്ള ഒരാൾ കഴിക്കുന്ന ഭക്ഷണം അതിനനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് രീതിയിലാണ് പോകുന്നത്. പകരം നമ്മൾ ഒരു 48 വയസ്സുള്ള ഒരാൾ ഒരു 25 വയസ്സുകാരൻ്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതായത് വലിച്ചു വാരി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ
ആ ഒരു മെറ്റബോളിസം ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുകയില്ല. മെറ്റബോളിസം നടക്കാതെ വരികയും ഫാറ്റ് ഡിപ്പോസിഷൻസ് അധികമാവുകയും അത് പല രീതിയിലുള്ള അമിതവണ്ണം, കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏജിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ വർക്കൗട്ടും അത്യാവശ്യമാണ്. വർക്കൗട്ട്സ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു നടത്തം മാത്രമല്ല, നന്നായിട്ട് ബോഡി ഹീറ്റ് ആവുന്ന രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് സൈക്ലിങ്, ജമ്പിങ്, സ്കിപ്പിംഗ്, അങ്ങനെ എന്തെങ്കിലും കാർഡിയാക് വർക്കൗട്ട്സോ അല്ലെങ്കിൽ എയറോബിക് വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ബോഡിയിൽ ഉണ്ടാവുന്ന കലോറീസ് പെട്ടെന്ന് ബേൺ ഔട്ട് ആവുകയും നമുക്കൊരു എനർജി ഫീലിംഗ് തരുന്നതാണ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു റോങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു 6 മിസ്റ്റേക്സ് നിങ്ങൾ മാക്സിമം കറക്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഡയറ്റും കൃത്യമായിട്ടുള്ള വർക്കൗട്ടും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ അമിതവണ്ണം, കുടവയറിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഓർക്കണം, പെട്ടെന്ന് തന്നെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ലോസിൻ്റെ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യരുത്. ഒരു ഫ്യൂ അല്ലെങ്കിൽ പതിയായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മിതമായ രീതിയിൽ മാത്രം ആയിരിക്കണം നിങ്ങൾ ആ ഒരു വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്